ഉണ്ടാക്കിയ ഈ ഗിഫ്റ്റ് ബോക്സ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിവിടെ ഒരു പേപ്പർ റിബൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പേപ്പർ റിബൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിബൺ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കളർ പേപ്പർ, പിന്നെ സിസേഴ്സ്, പിന്നെ ഗ്ലൂ. ആദ്യം നമുക്ക് ഈ കളർ പേപ്പർ സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്യാം. ഇനി ഈ പോയിന്റിലോട്ടും മറ്റേ ടൈപ്പ് ചെയ്ത മാതിരി തന്നെ മടക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്യാം. ഇനി നമുക്കിത് ഹാഫാക്കി മടക്കാം. ഇനി നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്യാം. ഇനി ഇങ്ങനെയും മറ്റേ സൈഡിലും ഇങ്ങനെ ഹാഫാക്കി മടക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് മടക്കാം. ഓക്കെ, അതുമാതിരിക്ക് ഇങ്ങോട്ടും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് അൺഫോൾഡ് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തല്ലോ. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മടക്കി. ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഇനി ആ സ്ക്വയർ ഒന്ന് മടക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടിയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ടൊന്ന് മടക്കാം. ഇവിടെ ശരിക്കും ഒന്ന് മടക്കി കൊടുക്കാം. അതുമാതിരി ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെയും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാം. ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. അപ്പോൾ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ആക്കി കിട്ടും. ഇനി നമുക്കിത് മറിച്ച് വെക്കാം. എന്നിട്ട് നമ്മളുടെ സിസേഴ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ലൈൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുമാതിരി ഇവിടെയും ചെയ്യാം. ഓക്കെ, അതുമാതിരി ഇവിടെയും ഇങ്ങനെ ചെയ്തതുമാതിരി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം.
അതുവരെയ്ക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇവിടെ പോയിന്റ് ആകണേ, അങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലും ഇങ്ങനെ തന്നെ മടക്കാം. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചെയ്ത വരക്ക് തന്നെ ഇവിടെയും ചെയ്യാം. അങ്ങനെ ഈ സൈഡും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് സാധാ വരക്ക് ചെയ്ത വരക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമ്മളുടെ ഇവിടെ ഒരു ലൈന് കാണാം. ആ ലൈനൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടുത്തത് ഇങ്ങനെയും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ പ്രോസസ്സ് ഇവിടെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതും ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പോയിട്ട് ഇവിടേക്ക് ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഈ പശ എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അതേ പ്രോസസ്സ് ഇവിടെയും ചെയ്യാം. ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വേസ്റ്റ് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ഈ ഭാഗം ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ഗ്ലൂവും ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ബോ റെഡി ആയിരിക്കുന്നു. ഇനി ഞാനിവിടെ വേറെ വലിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഈ ബീഡ്സ് ഈ സീക്വൻസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളത് ഒട്ടിച്ച് കഴിയും. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇവിടെ ഞാൻ ചെറുതാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ സിമ്പിളാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വലുതുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ കളർ പേപ്പർ മാത്രം യൂസ് ചെയ്യണമെന്നില്ല. ചാർട്ട് പേപ്പറോ വേറെ ഏത് പേപ്പർ കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. പിന്നെ A4 കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ഇത് രണ്ടും ഒരു ഡെക്കറേഷൻ. ഇനി ഞാൻ വേറെ ഡെക്കറേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, ഇവിടെ ഫുള്ളും സ്റ്റാർസ് ഒക്കെ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.